അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പച്ചക്കള്ളമാണ്. കൈരളി എന്തും പറയും, എന്ത് വൃത്തികേടും പറയും. ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ്. ആ ഒരു കാരണവശാലും പിൻവലിക്കും. നിങ്ങളൊന്നും അതാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നുമല്ല. ചെല്ല് പറഞ്ഞോ. ഇത് പച്ചക്കള്ളമാണ് ഈ പറഞ്ഞത്. കോടതിയിൽ പറയാത്ത കാര്യം പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. എന്ത് വൃത്തികേടും പറയും. ഒന്നുകൂടി ആവർത്തിച്ചു പറയും, എന്ത് വൃത്തികേടും പറയും. അത് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തെറ്റായ പ്രചരണമാണ്. കോടതിക്ക് അത് അടുത്ത വാദത്തിൻ്റെ അന്ന് ഞങ്ങൾ പരാതി കൊടുക്കുകയാണ്. എൻ്റെ അഭിഭാഷകൻ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് കൈരളി ന്യൂസിലടക്കമുള്ള ചില വാർത്താമാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തയാണ്. അതെങ്ങനെയാണ്? ഞാൻ ആ നോട്ടീസിൻ്റെ മറുപടിയിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ നോട്ടീസിൻ്റെ മറുപടി നിങ്ങൾക്കെല്ലാം കിട്ടിയ മറുപടിയാണ്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനെതിരായി എനിക്കെതിരെ കേസ് കൊടുത്തേക്കണത് എന്താ? ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം. കാരണം അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത്. ആ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മറുപടി നോട്ടീസ് കൊടുത്തത്. എൻ്റെ അഫിഡവിറ്റ് ഉണ്ട്. എൻ്റെ അഫിഡവിറ്റിലും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാനങ്ങനെ വാദത്തിൽ നിന്ന് എൻ്റെ നോട്ടീസിലും അതുപോലെ ഞാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിന്നും മാറി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ അഭിഭാഷകൻ എനിക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഇന്നലത്തെ ദിവസം സതീശൻ മലക്കം പറഞ്ഞു. എങ്ങനെ മലക്കം പറയാണ്? ഞങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കുകയാണ്. ഇത് തെറ്റായ വാർത്ത കൊടുത്തത് കൈരളിയാണ്. തെറ്റായ വാർത്ത കൊടുത്തത് സതീശൻ മലക്കം പറഞ്ഞത്. ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. കോടതിയിൽ പറഞ്ഞാൽ കോടതി അപ്പം തന്നെ അന്നാ ക്ഷമ പറയാൻ പറയും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറിയ ക്ഷമ പറഞ്ഞ് പോകാൻ പറയും. അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും. ഞാൻ അഭിഭാഷകനല്ലേ, എനിക്കറിയില്ലേ. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പച്ചക്കള്ളമാണ്. കൈരളി എന്തും പറയും, എന്ത് വൃത്തികേടും പറയും. ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ്. ആ ഒരു കാരണവശാലും പിൻവലിക്കും. നിങ്ങളൊന്നും അതാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നുമല്ല. ചെല്ല് പറഞ്ഞോ. ഇത് പച്ചക്കള്ളമാണ് ഈ പറഞ്ഞത്. കോടതിയിൽ പറയാത്ത കാര്യം പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. എന്ത് വൃത്തികേടും പറയും. ഒന്നുകൂടി ആവർത്തിച്ചു പറയും, എന്ത് വൃത്തികേടും പറയും.